ഇതിൽ നമ്മളുടെ അടുത്ത ടോപ്പിക്ക് ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ അഡിയബാറ്റിക് കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ അങ്ങനെയും പറയും. ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആയിരിക്കും ഇതിൽ ഉപയോഗിക്കുക ഡീഹ്യൂമിഡിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ TD1 എന്ന് പറയുന്നത് നമ്മുടെ എയർ ഇൻ ടെമ്പറേച്ചർ, TD2 എയർ ഔട്ട്. ഇപ്പോൾ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്, ഇതിലൂടെ പോകുന്നു. അപ്പോൾ അത് ഹീറ്റ് ചെയ്യും, അതേപോലെ തന്നെ ഡീഹ്യൂമിഡിഫൈ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് W1 W2ലേക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടൻറ്റ് W1-ൽ നിന്ന് W2ലേക്ക് കുറയും. അപ്പോൾ അതാണ് ഈ പ്രോസസ്സ്. അപ്പോൾ അതിൽ നോർമലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1-2 എന്ന് പറയുന്ന പ്രോസസ്സ് 1-ൽ നിന്ന് 2ലേക്ക് വരുന്നു. പിന്നെ അതേപോലെ തന്നെ W1 W2 ആകുന്നു, TD1 TD2 ആകുന്നു. അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടും, ഹീറ്റിംഗ് ആണ്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറയും. ഓക്കെ. പിന്നെ ഇതിലുള്ളത് ഈ 1-2, അതേപോലെ ഈ 3 എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ആക്ച്വൽ കേസും ഐഡിയൽ കേസും വരുമ്പോഴുള്ള ഡിഫറൻസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ കേസിൽ 1-ൽ നിന്ന് 2ലേക്ക് എത്തണം. പക്ഷേ ഐഡിയൽ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മളുടെ പ്രോസസ്സ് പ്രകാരമുള്ളത്. പക്ഷേ ആക്ച്വൽ ഇതിലെന്താ ഉണ്ടാവുക, അത് 3ലേക്കാണ് വന്ന് നിൽക്കുക. അപ്പോൾ അത് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന സമയത്തൊക്കെയാണ് ഈ ടൈപ്പ് ഇതിൻ്റെ ഇതൊക്കെ വരിക, ഈ 3 എന്ന് പറയുന്ന പോയിന്റ്. പിന്നെ നമ്മൾ ഈ HX എന്ന് പറയുന്നത് നമ്മൾ ACTs എങ്ങനെയാണ് നമ്മൾ എടുക്കാറില്ലേ, സെൻസിബിൾ ഹീറ്റ് ഫാക്ടറൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഈ X എന്ന് പറയുന്ന പോയിന്റ്. നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ. അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പാസ് ചെയ്യുന്നത് ഒരു കെമിക്കൽ സബ്സ്റ്റൻസിലൂടെയാണ്. ഇൻ ദിസ് പ്രോസസ് ദ എയർ ഈസ് പാസ്ഡ് ഓവർ കെമിക്കൽസ് വിച്ച് ഹാവ് ആൻ അഫിനിറ്റി ഫോർ മോയ്സ്ചർ. അപ്പോൾ അത് അവിടെ വെച്ചാൽ മോയ്സ്ചറിനെ അത് വലിച്ചെടുക്കും, അതിനോട് ഒരു അട്രാക്ഷൻ അതുള്ളതാണ്, വലിച്ചെടുക്കും. ആസ് ദ എയർ കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദീസ് കെമിക്കൽസ് ദ മോയ്സ്ചർ ഗെറ്റ് കണ്ടൻസ്ഡ് ഔട്ട് ഓഫ് ദ എയർ ആൻഡ് ഗീവ്സ് അപ്പ് ഇറ്റ്സ് ലാറ്റൻറ്റ് ഹീറ്റ്. ഡ്യൂ ടു കണ്ടൻസേഷൻ ദ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡിക്രീസസ്. അപ്പോൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറഞ്ഞു വരും, ലാറ്റൻറ്റ് ഹീറ്റ് ഇതാക്കിയിട്ട് അതിൻ്റെ ഇൻ ടേംസ് ഓഫ് ലാറ്റൻറ്റ് ഹീറ്റ്, അതിൻ്റെ ലാറ്റൻറ്റ് ഹീറ്റ് ഉപയോഗപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റൻറ്റ് ഹീറ്റിൻ്റെ ഗീവ്സ് അപ്പ്, അത് കൊടുത്തിട്ട് അതിന് പകരം എന്തുണ്ടാവുക, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അതാണ് ഇതിൻ്റെത്. പിന്നെ എഫക്റ്റീവ്നെസ് ഓർ എഫിഷ്യൻസി ഓഫ് ദ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് അതിലാണ് വരിക. അപ്പോൾ ആക്ച്വൽ ഇൻക്രീസ് ഇൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഐഡിയൽ ഇൻക്രീസ് ഇൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ ആക്ച്വൽ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആക്ച്വൽ കേസിൽ എന്താണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ൽ നിന്ന് 3ലേക്ക് കൂടി, അല്ലേ, 1-ൽ നിന്ന് 3ലേക്ക് കൂടി. പക്ഷേ ഐഡിയൽ കേസിൽ 1-ൽ നിന്ന് 2ലേക്കാണ് കൂടേണ്ടിയിരുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയത്, TD3 മൈനസ് TD1 ഡിവൈഡഡ് ബൈ TD2 മൈനസ് TD1. ഓക്കെ. ഇൻ ഐഡിയൽ കേസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് അപ് ടു TD2, ബട്ട് ഇൻ ആക്ച്വൽ കേസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് അപ് ടു TD3. ഓക്കെ. TD3 ഈസ് ദ അപ്പാരറ്റസ് ടെമ്പറേച്ചർ. പിന്നെ ഇതിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുന്നത് TD3 അപ്പാരറ്റസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ലേ, നമ്മൾ ഏതാ പറയാറുള്ളത്, ഒരു കൂളിംഗ് കോയിൽ ടെമ്പറേച്ചറൊക്കെ വെച്ചിട്ടാണ് അത് ആക്കാമെന്ന് പറയാറില്ല. അപ്പോൾ ആ ടെമ്പറേച്ചറിലേക്ക് എത്തുന്നുള്ളതാണ് പറയുന്നത്. അപ്പാരറ്റസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റാണ് പറയുന്നത്. പിന്നെ ഇതിൽ ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ളത് ഏതാണ് എന്ന് പറഞ്ഞാൽ, ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് H1 മൈനസ് HX എന്ന് പറയുന്നത് ഏതാ, ഈ നമ്മളുടെ ഇപ്പോൾ ഇതിൽ ഉണ്ടായിരുന്നു, ഇത് എന്താണ്, കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി പ്രോസസ്സാണ്. H1 ഈസ് ഈക്വൽ ടു H2 ആണ്. 1 പ്രോസസ്സ് 1ഉം പ്രോസസ്സ് 2ഉം കോൺസ്റ്റൻറ്റ് എൻതാൽപ്പിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന് മുന്നത്തെ ഒരു നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗ്ലിജിബിൾ ആണ് ആ ഡിഫറൻസ്. H1ൻ്റെ H2വിൻ്റെ ഇപ്പോൾ നമ്മൾ എന്തൊരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെയും അത് നെഗ്ലിജിബിൾ ആയിരിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് അത് കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി പ്രോസസ്സാണെന്ന് പറയുന്നത്. ഇതിന് മുന്നത്തെ ഒരു നോട്ടിൽ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1 മൈനസ് HX. സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസിബിൾ ഹീറ്റാണ് ഈ ഇതിൽ നമ്മൾ ഏത് കണക്ക് ചെയ്യുമ്പോഴും സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് കണക്ക് ചെയ്യുന്നതാണ്. സെൻസിബിൾ ഹീറ്റ് എന്തായിരുന്നു, നമ്മളുടെ W1 ഈസ് ഈക്വൽ ടു W2, അതാണ് സെൻസിബിൾ ഹീറ്റ്. ഓക്കെ. സെൻസിബിൾ ഹീറ്റിംഗ്, സെൻസിബിൾ കൂളിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ഓക്കെ. അപ്പോൾ ഇതാണ് സെൻസിബിൾ ഹീറ്റ്. അപ്പോൾ ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് H1 മൈനസ് HX. ഇനി സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും, H2 മൈനസ് HX. H2 ആയില്ലേ കൂടുതലാവുക. ഓക്കെ. അപ്പോൾ H2 മൈനസ് HX, H1 മൈനസ് HX. ഓക്കെ. ലാറ്റൻറ്റ് ഹീറ്റും സെൻസിബിൾ ഹീറ്റും. അപ്പോൾ അത് നമ്മൾ പിന്നെ നമ്മുടെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ ഇതിൽ കണ്ടുപിടിക്കാനൊക്കെയാണ് അത് ഉപയോഗിക്കുക.
ഇത് ഞാൻ എഴുതി വെച്ചിട്ടാണ് H1 = H2. വി ആർ കൺസിഡറിങ് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ H1 ആൻഡ് H2 ഈസ് നെഗ്ലിജിബിൾ. അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഹീറ്റ്. അപ്പോൾ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നതാണ് എന്ത്? സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലാറ്റൻ്റ് ഹീറ്റ്. പിന്നെ നമ്മളത് ഇവിടെ എഴുതി വെച്ചു H2 - HX ഡിവൈഡഡ് ബൈ H2 - HX പ്ലസ് H1 - HX. ഓക്കെ, ദ 2 ടൈപ്സ്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന 2 ടൈപ്പ് കെമിക്കൽസാണ്. ജസ്റ്റ് തിയറി പോലെയാണ്, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. നമുക്ക് പ്രോബ്ലംസിലൊന്നും ഇതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വരുന്നില്ല. പിന്നെ പ്രോബ്ലം ചെയ്യുന്നതും നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സൊക്കെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഇത് അബ്സോർബൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ 2 ടൈപ്സ് ഓഫ് കെമിക്കൽസ് യൂസ്ഡ് ഫോർ ഡീഹ്യൂമിഡിഫിക്കേഷൻ ഉപയോഗിക്കുന്ന, നേരത്തെ പറഞ്ഞത് കെമിക്കലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കെമിക്കൽസ് എന്താണെന്നുള്ളതാണ്. ഒന്ന് യൂസ്ഡ് ഫോർ ഡീഹ്യൂമിഡിഫിക്കേഷൻ ആർ അബ്സോർബൻസ് ആൻഡ് അഡ്സോർബൻസ്. ബിയും ഡിയും ട്ടോ. അബ്സോർബൻസ് ആൻഡ് അഡ്സോർബൻസ്. ഓക്കെ, അബ്സോർബൻസ് ആർ ദ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ടേക്ക് അപ്പ് മോയ്സ്ചർ ഫ്രം എയർ ആൻഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ് ചേഞ്ച് ഇറ്റ് കെമിക്കലി, ഫിസിക്കലി ഓർ ഇൻ ബോത്ത് ആസ്പെക്ട്സ്. അപ്പോൾ ഇതാണ് മെയിൻ വ്യത്യാസം. മറ്റേതിലെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മൾ അബ്സോർബൻ്റ് അല്ലേ പറഞ്ഞു. ഇനിയിപ്പോൾ അഡ്സോർബൻറ്റിൽ ADയിൽ ഡു നോട്ട് ചേഞ്ച് കെമിക്കലി. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. ഇതിൽ ചേഞ്ച് ഇറ്റ് കെമിക്കലി ഓർ ഫിസിക്കലി ഓർ ബോത്ത് ഇൻ ആസ്പെക്ട്സ്. ദീസ് ഇൻക്ലൂഡ്സ് വാട്ടർ സൊല്യൂഷൻസ് ഓർ ബ്രൈൻസ്. അത് എക്സാമ്പിളാണ് കാൽസ്യം ക്ലോറൈഡ്, ലിഥിയം ക്ലോറൈഡ്, ലിഥിയം ബ്രോമൈഡ് എക്സെട്ര. അതൊക്കെ എത്തിലിൻ ഗ്ലൈക്കോൾ, ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ദീസ് ആർ യൂസ്ഡ് ആസ് എയർ ഡീഹൈഡ്രേറ്റേഴ്സ് ബൈ സ്പ്രേയിങ് ഓർ എക്സ്പോസിങ് എ ലാർജ് സർഫസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻ ദ എയർ സ്ട്രീം. അപ്പോൾ ഡീഹൈഡ്രേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അപ്പോൾ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് കെമിക്കലി ഫിസിക്കലി ചേഞ്ച് ചെയ്യും, അതാണ് എന്ത്? അബ്സോർബൻസ്. അഡ്സോർബൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചേഞ്ച് ചെയ്യില്ല. ദ അഡ്സോർബൻസ് ആർ സബ്സ്റ്റൻസസ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് വിച്ച് ക്യാൻ ടേക്ക് അപ്പ് മോയ്സ്ചർ ഫ്രം ദ എയർ ആൻഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ് ഡു നോട്ട് ചേഞ്ച് ഇറ്റ് കെമിക്കലി ഓർ ഫിസിക്കലി. ദീസ് ഇൻക്ലൂഡ് സിലിക്ക ജെൽ ആൻഡ് ആക്ടിവേറ്റഡ് അലുമിന. ഓക്കെ, അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഫിസിക്കലി കെമിക്കലി അല്ലെങ്കിൽ 2 തരത്തിലും ചേഞ്ച് ചെയ്യുന്നത് അബ്സോർബൻസ്, ചേഞ്ച് ചെയ്യാത്തത് അഡ്സോർബൻസ്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, വലിയ ഇതൊന്നുമില്ല. ആ പ്രോസസ്സ് എന്താണെന്ന് അറിയാം. പിന്നെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്കത് കെമിക്കലി ആണെന്നുള്ളത് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലം ഒരു എക്സാമ്പിൾ അതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സാച്ചുറേറ്റഡ് എയർ അറ്റ് 21 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ സാച്ചുറേറ്റഡ് കേട്ടോ, സാച്ചുറേഷൻ കർവിലേക്ക് എത്തി. സാച്ചുറേറ്റഡ് എയർ അറ്റ് 21 ഡിഗ്രി സെൽഷ്യസ് ഈസ് പാസ്ഡ് ത്രൂ എ ഡ്രയർ സോ ദാറ്റ് ഇറ്റ്സ് ഫൈനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് 20%. അപ്പോൾ 21 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സാച്ചുറേഷൻ കർവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ കർവിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കർവാണ് സാച്ചുറേഷൻ കർവ്. അപ്പോൾ ഈ കർവിൽ നിൽക്കുന്ന 21 ഡിഗ്രി. ഓക്കെ, സോ ദാറ്റ്സ് എ ഫൈനൽ ഹ്യൂമിഡിറ്റി ഈസ് 20%. ദ ഡ്രയർ യൂസസ് സിലിക്ക ജെൽ അഡ്സോർബൻറ്റ്. അത് അഡ്സോർബൻ്റ് ആണ്. ദ എയർ ഈസ് ദെൻ പാസ്ഡ് ത്രൂ എ കൂളർ അൺടിൽ ഇറ്റ്സ് ഫൈനൽ ടെമ്പറേച്ചർ ഈസ് 21 ഡിഗ്രി സെൽഷ്യസ് വിത്തൗട്ട് എ ചേഞ്ച് ഇൻ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഈ വിത്തൗട്ട് എ ചേഞ്ച് ഇൻ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താ? അത് സെൻസിബിൾ കൂളിംഗ് ആണ്. എ കൂളർ പാസസ് ത്രൂ എ കൂളർ അൺടിൽ ഇറ്റ്സ് ഫൈനൽ ടെമ്പറേച്ചർ ഇസ് 21 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ അത് സെൻസിബിൾ ആണ്. വിത്തൗട്ട് ചേഞ്ച് ഇൻ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ ഡിറ്റർമൈൻ ദ ടെമ്പറേച്ചർ ഓഫ് എയർ അറ്റ് ദ എൻഡ് ഓഫ് ഡ്രൈയിങ് പ്രോസസ്സ്. അപ്പോൾ പറഞ്ഞാൽ 20%ലേക്ക് വന്ന് നിൽക്കുമ്പോഴുള്ള ആ ഇത് TD2 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദ ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് ദ കൂളിംഗ് പ്രോസസ്സ്. കൂളിംഗ് പ്രോസസ്സിൽ എത്രമാത്രമാണ് ഹീറ്റ് റിജക്റ്റഡ്? ഹീറ്റ് റിജക്റ്റഡിൻ്റെ നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്, മറ്റേ ΔH എന്ന് പറയുന്നതാണ് ഹീറ്റ് റിജക്ഷൻ. പിന്നെ എന്താണ്? ദ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ് ദ എൻഡ് ഓഫ് കൂളിംഗ് പ്രോസസ്സ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ W അറ്റ് ദ എൻഡ് ഓഫ് കൂളിംഗ് പ്രോസസ്സ്, അതെത്രയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ദ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡ്രൈയിങ് പ്രോസസ്സ്, TDP എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഡ്രൈയിങ് പ്രോസസ്സ് ആഫ്റ്റർ ഡ്രൈയിങ്, അതായത് നമ്മളുടെ 1 നിന്ന് 2 എത്തുന്ന സമയത്ത്. ഓക്കെ, മോയ്സ്ചർ റിമൂവ്ഡ് ഡ്യൂറിങ് ദ ഡ്രൈയിങ് പ്രോസസ്സ്. W ചേഞ്ച്, അതായത് ΔW ചേഞ്ച് ഇൻ ഡെൽറ്റ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയിൽ നിന്ന് ചേഞ്ച്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ തന്നിട്ടുള്ള ഇത് വെച്ചിട്ട് എന്താണ്? സാച്ചുറേറ്റഡ് കർവിൽ നിൽക്കുന്ന 21 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്യുക. ഇതാണ് ഇപ്പോൾ TD1 എന്ന് പറയുന്നത് 21 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ ഇത് 21 ഡിഗ്രി സെൽഷ്യസ് അതിൽ മാർക്ക് ചെയ്തു. ഇതാണ് സാച്ചുറേഷൻ കർവ്, ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻറ്റ് 1. എന്നിട്ട് അത് എങ്ങോട്ടേക്കാണ് വരുന്നത്? അത് ഇവിടേക്ക് വന്നു. അതിൽ നമുക്ക് അറിയുന്നത് ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് വരും. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻറ്റ് എൻതാൽപ്പിയാണ് അല്ലേ. H1 ഈസ് ഈക്വൽ ടു എന്താ പറയുക, H1 ഈസ് ഈക്വൽ ടു H2. അപ്പോൾ കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈനാണ് ഇത്, കണ്ട കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി. അപ്പോൾ ഇത് നമ്മൾ ഈ വര എങ്ങനെ വരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 5 2 തന്നിട്ടുണ്ട്, ശരിയല്ലേ? നമുക്ക് പ്രോബ്ലത്തിൽ
ദ ഫൈനൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് 20%. അപ്പോൾ 20% കർവ് നമുക്ക് ഇവിടെ അങ്ങനെ അറിയാം. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, H1 = H2 ആ കൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നേരെ വരയ്ക്കുക. ആ ഇതിന് എൻതാൽപ്പി ലൈന് പാരലായിട്ട് ആ പോയിന്റിൽ നിന്ന് ഏത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 21°C സാച്ചുറേറ്റഡ് എയർ ടെമ്പറേച്ചറായി നിൽക്കുന്ന ആ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കിയിട്ട് അത് നിൽക്കുന്ന ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ 1-2 എന്ന് പറയുന്ന ലൈൻ കിട്ടും. അപ്പോൾ അത് സിലിക്കാതായതുകൊണ്ട് നമ്മളത് കെമിക്കലി ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളത് നേരെ കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈനായിട്ട് താഴത്തേക്ക് വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 പോയിൻ്റ് ഉണ്ട്, TD1 എന്ന് പറയുന്ന പോയിൻറ്റും TD2 എന്ന് പറയുന്ന പോയിൻറ്റും കിട്ടി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ W1 കിട്ടും. പിന്നെ ഉള്ളത് W2 ഇപ്പോൾ ഇവിടെ കിട്ടി, W2 നമുക്ക് കിട്ടി. ഈ W3 ഇപ്പോൾ ഞാൻ എഴുതുന്നില്ല, W2 ആണ് കിട്ടിയുള്ളത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ദ എയർ ഈസ് ദെൻ പാസ്ഡ് ത്രൂ എ കൂളർ അൺടിൽ ഇറ്റ്സ് ഫൈനൽ ടെമ്പറേച്ചർ ഇസ് 21°C. എന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ വീണ്ടും അത് ഒരു കൂളറിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹീറ്റിംഗ് കഴിഞ്ഞു, ഡീഹ്യൂമിഡിഫിക്കേഷൻ കഴിഞ്ഞു, ശരിയല്ലേ? 1 to 2 വന്നപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഉണ്ടാകുന്നത് എന്താ, പിന്നെ അത് വീണ്ടും കൂള് ചെയ്യാണ്, എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയാണ്. എങ്ങനെ കൂളർ അൺടിൽ ഇറ്റ്സ് ഫൈനൽ ടെമ്പറേച്ചർ ഈസ് 21°C. അപ്പോൾ ആദ്യത്തെ 21°C ആണ് ഇത് ഫസ്റ്റ് കണ്ടീഷൻ. പക്ഷേ അത് സാച്ചുറേഷൻ കർവിൽ നിൽക്കുന്നത് രണ്ടാമത്തെ 21°C ആണ്. അതെങ്ങനെ, വിത്തൗട്ട് എ ചേഞ്ച് ഇൻ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് സെൻസിബിൾ കൂളിംഗ് ആണ്, സെൻസിബിൾ കൂളിംഗ് പ്രോസസ്സാണ്. അപ്പോൾ TD2 നിന്ന് TD3 ടെമ്പറേച്ചർ വന്നു. ഓക്കെ, അപ്പോൾ ആ ടെമ്പറേച്ചർ അപ്പോൾ നമ്മളെങ്ങനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ W2 = W3 നമ്മൾ സെൻസിബിളാണ്, വിത്തൗട്ട് എ ചേഞ്ച് ഇൻ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തു. അവിടെ നിന്ന് നേരെ ഇതിന് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ലൈന്, ഇപ്പോൾ ഇവിടെ ഒരു കുറേ ലൈൻസുകളുണ്ടല്ലോ, നമ്മളിപ്പോൾ സൈക്കോമെട്രിക് ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ കുറേ ലൈനുകളുണ്ട്. അതിന് പാരലായിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരയ്ക്കും. അത് 21 കൂട്ടിമുട്ടുന്ന പോയിന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പൊസിഷൻ കിട്ടും, ലൊക്കേഷൻ കിട്ടും, ശരിയല്ലേ? പിന്നെ നമ്മളിവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പോൾ നമ്മൾ ഈ ചാർട്ട് നമ്മുടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ H1 H2 എത്രയാണെന്ന് കിട്ടും, Phi3 എത്രയാണെന്ന് കിട്ടും, Phi2 എത്രയാണെന്ന് കിട്ടും. ഇത് എന്ന് പറഞ്ഞാൽ 100% ലൈനാണ്. Phi എന്ന് പറയുന്നത് 100% സാച്ചുറേഷൻ കർവിലേക്കാണ് 100% ലൈൻ. പിന്നെ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഓരോ പോയിന്റിൽ നിന്നും ഇപ്പോൾ ഇവരെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ TDP2 അതായത് നമ്മൾ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എടുക്കുക എങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടാണ് അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞത് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആണെങ്കിൽ എൻതാൽപ്പി ലൈന് പാരലായിട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ മുട്ടിക്കുക. ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഇപ്പോൾ നമ്മളുടെ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെയുള്ള ഈ ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാണ്ട് ഇവിടെ മുട്ടിക്കുമ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് TDP2 സെയിം കർവിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എല്ലാ ഇതും കിട്ടും. അപ്പോൾ ആദ്യം ചോദിച്ചിട്ടുള്ള എന്തായിരുന്നു, നമ്മളുടെ ഫ്രം സൈക്കോമെട്രിക് ചാർട്ട് അറ്റ് 5 to 20% TD2 എത്രയാണെന്നുള്ളത് കിട്ടും. 5 to അതിപ്പോൾ ഇവിടെ നമുക്ക് 22% അല്ല 20% അല്ലേ, 5 to 20% ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇത് വെച്ചിട്ട് നമ്മൾ TD2 എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ TD2 നമ്മൾ ഇതിൽ വെച്ച് നോക്കുമ്പോൾ 38.5 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എയർ അറ്റ് ദ എൻഡ് ഓഫ് ഡ്രൈയിങ് പ്രോസസ്സ്. പിന്നെ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇതെത്ര H2 ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് കൂളിംഗ് പ്രോസസ്സ്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹീറ്റിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് കോൺസ്റ്റൻറ്റ് എൻതാൽപ്പിയാണ്. അപ്പോൾ അവർ ചോദിച്ചിട്ടുള്ളത് ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് കൂളിംഗ് പ്രോസസ്സാണ്. അപ്പോൾ കൂളിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 3 അതായത് നമ്മുടെ സെൻസിബിൾ കൂളിംഗ് പ്രോസസ്സ്. അപ്പോൾ അത് നമുക്ക് കിട്ടും സിമിലർലി തന്നെ. H3 എത്രയാണെന്ന് ഇവിടേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് H3 എത്രയാണെന്ന് കിട്ടും, ശരിയല്ലേ? ഇത് H3. ഓക്കെ, അപ്പോൾ ഞാൻ H3 എത്രയാണെന്ന് നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ നോക്കും. അപ്പം അതും എഴുതും. അപ്പോൾ ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് കൂളിംഗ് പ്രോസസ്സ് H2 - H3. H2 ആണ് വലുത്, അപ്പോൾ H2 - H3 അതും കിട്ടി. പിന്നെ ചോദിച്ചിട്ടുള്ളത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ് ദ എൻഡ് ഓഫ് കൂളിംഗ് പ്രോസസ്സ്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ് ദ എൻഡ് ഓഫ് കൂളിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, W3. സ്പെസിഫിക് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Phi3. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലേ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ് ദ എൻഡ് ഓഫ് കൂളിംഗ് പ്രോസസ്സ് Phi3 എത്രയാണെന്നുള്ളത്. അപ്പോൾ Phi3 എത്രയാണെന്നുള്ളത് ഞാൻ അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. Phi3 55. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറ്റ് ദ എൻഡ് ഓഫ് കൂളിംഗ് പ്രോസസ്സ് Phi3 55%. അപ്പോൾ അത് നമുക്ക് അതൊക്കെ ചാർട്ടിലുള്ളതാണ്, ഡയറക്റ്റ് എടുക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ഡ്രൈയിങ് പ്രോസസ്സ്, അതായത് അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ഡ്രൈയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അത് തന്നെയാണ് എന്താ അറ്റ് ദ എൻഡ് ഓഫ് കൂളിംഗ് പ്രോസസ്സും ഈ സെയിം ലൈൻ തന്നെയാണ് വരിക. TDP2 എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് TDP3 ആയിട്ടും വരിക. നമ്മൾക്ക് കണ്ടുപിടിക്കുന്ന TDP2 ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത്. അപ്പോൾ അതും നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ നോക്കിയിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, അത് 11.6°C ആണ്. ഓക്കെ, പിന്നെ മോയ്സ്ചർ റിമൂവ്ഡ് ഡ്യൂറിങ് ഡ്രൈയിങ് പ്രോസസ്സ്. അപ്പോൾ അത് W1 - W2. ഡ്രൈയിങ് പ്രോസസ്സിൽ എത്രമാത്രമാണ് മോയ്സ്ചർ റിമൂവ് ചെയ്തത്. അപ്പോൾ W1 - W2 നമുക്കത് ഇവിടെ നിന്ന് കിട്ടും. നമ്മളുടെ
വൈ ആക്സിസിൽ നിന്ന് കിട്ടും. എത്രയാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്നുള്ളത് നോക്കിയിട്ട് എഴുതിയാൽ മതി. ഇത് W2 = W3 കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കിട്ടി. അപ്പോൾ which is equal to 0.073 kg/kg ഓഫ് ഡ്രൈ എയർ. അപ്പോൾ നമുക്ക് ഇത് എല്ലാം സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്കുള്ളത് ഒരു അഡിയബാറ്റിക് മിക്സിംഗ് ഓഫ് 2 എയർ സ്ട്രീംസ്. അത് ഈ ഒരു ടോപ്പിക്കാണുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതിപ്പോൾ നോട്ടിൽ നമ്മൾ ഇതിന് മുന്നേ തന്നെ ഒരു വട്ടം പറഞ്ഞ കാര്യമാണ് അഡിയബാറ്റിക് സാച്ചുറേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. നമ്മൾ H1 = H2 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഇതിന് മുന്നേ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടാമതെടുത്ത് എഴുതിയിട്ടുള്ളതാണ്. ഇൻ അഡിയബാറ്റിക് പ്രോസസ് ദെയർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് അഡിയബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ, നമ്മൾ നോർമൽ തെർമോഡൈനാമിക്കിൽ പഠിക്കുന്ന അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. അപ്പോൾ അതിൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് M∆H ആണെന്നറിയാം. ഇപ്പോൾ H1 - H2 അല്ലെങ്കിൽ ഇപ്പോൾ ഏത് പ്രോസസ്സാണ് H3 - H4 അല്ലെങ്കിൽ H4 - H3 നമ്മൾ അറിയുന്ന കുറേ പ്രോസസ്സുകളുണ്ട്. അപ്പോൾ M∆H ആണ് നമ്മൾ നോർമലി ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ പറയുന്നത്. അപ്പോൾ നോ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, H1 = H2. നോ ഹീറ്റ് ട്രാൻസ്ഫർ മീൻസ് എന്താ, H1 = H2 ആണ്. ആൻഡ് സാച്ചുറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് എയർ മേക്കിംഗ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100%. അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഫൈ അല്ലേ, ഈ കർവ്. സാച്ചുറേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് എയർ മേക്കിംഗ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100%. അപ്പോൾ അതാണ് ഈ സാച്ചുറേഷൻ പ്രോസസ്. നമ്മൾ ഇത് നോർമലി പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പോയിൻ്റായിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് എഴുതി വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ സാച്ചുറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ഓഫ് എയർ മേക്കിംഗ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100% ആക്കിയിട്ട് നിർത്തുന്നതാണ് നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ അഡിയബാറ്റിക് സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H1 = H2 ആണ്. H എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ അത് സാച്ചുറേഷൻ കർവിൽ നിൽക്കുന്നതായിരിക്കും ഈ പോയിൻ്റ്. അതാണ് ഈ അഡിയബാറ്റിക് സാച്ചുറേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ നമ്മൾ ഇനിയിപ്പോൾ മെയിനായിട്ട് ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിയബാറ്റിക് മിക്സിംഗ് ഓഫ് 2 എയർ സ്ട്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ പറയുന്ന 2 ഫ്ലോ വരുന്നു, അത് രണ്ടും കൂടി ചേർന്നിട്ട് ഒറ്റ ഫ്ലോ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന് രണ്ടിൻ്റെയും കോമ്പിനേഷൻസ് എന്തൊക്കെ പോയിൻറ്റ്സ് ഉണ്ട്, H, എൻതാൽപ്പി, W സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, മാസ്, ഇതൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും ഇപ്പുറത്ത് വരുന്നത്. 1 ഉം 2 സെയിം കണ്ടീഷൻസ് എല്ലാം കൂടി ആഡ് ചെയ്തുള്ളതായിരിക്കും 3 എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അതിന് 2-3 ഇക്വേഷൻസ് ഉണ്ട്, അത് നോക്കിയാൽ മതി. ഓക്കെ, മിക്സിംഗ് ഓഫ് 2 എയർ സ്ട്രീംസ് with different enthalpies and different specific humidities are considering in this process. അപ്പോൾ 2 ഇത് നമ്മൾ എയർ സ്ട്രീംസ് കൺസിഡർ ചെയ്തു. ദ ഫൈനൽ കണ്ടീഷൻ ഓഫ് ദ എയർ മിക്സ്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാസസ് ഇൻവോൾവ്ഡ് ആൻഡ് ഓൺ ദ എൻതാൽപ്പി ആൻഡ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓഫ് ഈച്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മാസസ്. അപ്പോൾ ഫൈനൽ ആയിട്ടുള്ള കണ്ടീഷനിൽ പറയുന്ന എയർ മിക്സ്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്, ഈ ഇൻവോൾവ് ആയിട്ടുള്ള, അപ്പോൾ മാസസ് ഇൻവോൾവ്ഡ്, ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓരോന്നിൻ്റെയും ഇത് ഓരോ ടൈമുകളും മാസ്, എൻതാൽപ്പി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എല്ലാത്തിൻ്റെയും ഇത് ഇൻവോൾവ് ആയിട്ടുള്ളതാണ് നമ്മളെ ഫൈനൽ കണ്ടീഷനായിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിൻ്റെ വാല്യൂസ്, അതായത് ഫൈനലിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇത് രണ്ടിലും ഡിപ്പെൻഡ് ആയിരിക്കും. നോർമലി നമ്മൾ പറയുന്ന കാര്യം തന്നെ. അപ്പോൾ അതിൻ്റെ 4 എനർജി ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ എനർജി ബാലൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാസ് ബാലൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ M1 + M2 ആണ് M3. ഓക്കെ, ഇനി എനർജി ബാലൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, എനർജി ബാലൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ M1 H1 + M2 H2 = M3 H3. ഇത് എനർജി ബാലൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് എന്താ പറയുക, നമ്മുടെ വാട്ടർ വേപ്പറിൻ്റെ ബാലൻസ് M1 W1 + M2 W2, ഇതിന് രണ്ടിനും കൂടിയിട്ട് ഉള്ള അഡീഷനാണ് എന്ത് M3 W3. അപ്പോൾ അത് മാസ് ബാലൻസ് ഓഫ് വാട്ടർ വേപ്പർ. ഇനി നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അതിപ്പോൾ റീഅറേഞ്ച് ചെയ്ത് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ M1 H1 + M2 H2 = M3 H3. നമുക്ക് ഈ M3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, M1 + M2. അപ്പോൾ അതിവിടെ കൊടുത്തിട്ട് ഞാൻ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് M1-നെ ഒരു സൈഡിൽ കൊണ്ടുവരും, M2-നെ ഒരു സൈഡിൽ കൊണ്ടുവരും. എന്നിട്ട് ഞാൻ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കാൻ മതി. ഫൈനൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അതൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത് നമ്മളങ്ങനെ എഴുതുമ്പോൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഞാനത് എടുത്തെഴുതി. M1 ഇപ്പോൾ ഫൈനൽ എനിക്ക് വരുമ്പോൾ M1 × H1 - H3 = M2 × H3 - H2 എന്ന് എഴുതി. അപ്പോൾ M1/M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, H3/H2 H3 - H2 / H1 - H3. അതാണ് അപ്പുറത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അത് സിമിലർലി ഞാൻ എന്ത് എഴുതും, ഈ സെയിം സാധനം തന്നെ എനിക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. ഈ സെയിം കൺസെപ്റ്റ് തന്നെ M1 W1 + M2 W2 = M3. അപ്പോൾ M3ക്ക് ഞാൻ എഴുതും M1 + M2 × W3. അപ്പോൾ അത് പിന്നെ ഞാൻ വീണ്ടും ഇത് ആ സെയിം പ്രോസസ്സ് തന്നെ അപ്പുറത്ത് രണ്ടിനും കൊടുത്തിട്ട് ഒരു ഇക്വേഷൻ എടുത്ത് എഴുതാണ്. ഓക്കെ,
അപ്പോൾ അതിൽ ഞാൻ എഴുതുന്ന ആദ്യത്തെ കിട്ടിയ ഇക്വേഷനാണ് m1/m2 - h3 - h2 h1 - h3. സിമിലർലി നമ്മൾ രണ്ടാമത്തെ ഇത് മാസ് ഓഫ് വാട്ടർ വേപ്പർ ബാലൻസിലും അത് കൊടുക്കും. അപ്പോൾ എനിക്ക് കിട്ടും m1/m2 W3 - W2 W1 - W3. ഓക്കെ, ഇനി ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ, ഇതിപ്പോൾ എൻതാൽപ്പിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ടെമ്പറേച്ചറിൻ്റെയും കൂടി ഇക്വേഷൻ കൂടെ എഴുതുന്നതാണ്. m1/m2 T3 - T2 T1 - T3. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, അതൊരു ഫോർമുല. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇക്വേഷൻ നമ്മൾ ഒരു പ്രോബ്ലത്തിലുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ടുള്ള ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ ഇതാണ് മിക്സ്ചറാണ്. ബൈ മിക്സിങ് 1 and 2 കണ്ടീഷൻ വി ഗെറ്റ് ദ തേർഡ് കണ്ടീഷൻ. അപ്പോൾ 1ഉം 2ഉം കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ തേർഡ് കണ്ടീഷൻ കിട്ടും. കണ്ടീഷൻ ഇതിപ്പോൾ ടെമ്പറേച്ചർ കൂടുതൽ 10 ഡിഗ്രി അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ ഇതൊരു 50 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഇത് ടെമ്പറേച്ചർ കുറവാണ് അല്ലേ, TD എന്ന് പറയുന്ന ആക്സിസ് ഇത് കാണും. അപ്പോൾ ഇത് 20 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അപ്പോൾ 50ഉം 20ഉം കൂടി ചേർന്ന് വരുമ്പോൾ അതെന്താവും, 50ൽ നിന്ന് 20 കുറഞ്ഞ് അത് 30 ഡിഗ്രി സെൽഷ്യസ് ആകും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ ബൈ മിക്സിങ് 1 and 2 കണ്ടീഷൻസ് വി ഗെറ്റ് ദ തേർഡ് കണ്ടീഷൻ. അപ്പോൾ ഓരോ ഇതിൻ്റെയും H വാല്യൂസ്, ഇവിടെ നമ്മൾ എൻതാൽപ്പി വാല്യൂസ് എഴുതും. അതേപോലെ ഇവിടെ നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വാല്യൂസ്, ഇവിടെ നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂസ് എഴുതും. ഓക്കെ, ഇതിലിപ്പോൾ എന്താ നമുക്ക് നോക്കാം ഒരു പ്രോബ്ലം. 800 m3/min ഓഫ് റീസർക്കുലേറ്റഡ് എയർ അറ്റ് 22 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ ആൻഡ് 10 ഡിഗ്രി സെൽഷ്യസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലൈൻ. 800 m3/min. അപ്പോൾ V1 തന്നു, ഒരു V ആണ് കേട്ടോ, വോളിയാണ്. അപ്പോൾ അതിൽ 1, 2 കൊടുക്കുന്നതിൻ്റെ ഒരു ടൈം ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 800 m3/min ഓഫ് റീസർക്കുലേറ്റഡ് എയർ അറ്റ് 22 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് 10 ഡിഗ്രി സെൽഷ്യസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ഈസ് ടു ബി മിക്സഡ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ V1 തന്നു, പിന്നെ TD ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നു, TDP തന്നു. ഓക്കെ, അപ്പോൾ ഇത് ഒരു സെറ്റിൻ്റെയാണ്. ഈസ് ടു ബി മിക്സഡ് വിത്ത് 300 m3/min. അപ്പോൾ V തന്നു, ഓഫ് ഫ്രഷ് എയർ ആയിട്ട് 30 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നു, ആൻഡ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 5 വാല്യൂ തന്നു. ഡിറ്റർമൈൻ ദ എൻതാൽപ്പി, സ്പെസിഫിക് വോളിയം, ഹ്യൂമിഡിറ്റി റേഷ്യോ ആൻഡ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ മിക്സ്ചർ. അപ്പോൾ ഇതിൻ്റെ മിക്സ്ചറിൻ്റെ ഇത് കണ്ടുപിടിക്കാനാണ് ഇത് നമ്മൾക്ക് ഫൈനൽ ഇപ്പോൾ TD3 ഈ കണ്ടീഷനിൽ കിട്ടുന്നതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ എവിടെയാണെന്ന് അറിയില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ തന്ന വാല്യൂസ് അനുസരിച്ച് 22 ഡിഗ്രി സെൽഷ്യസ് അറിയാം, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അറിയാം, ആൻഡ് 10 ഡിഗ്രി സെൽഷ്യസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറും ഇപ്പോൾ 10ൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് 22 എടുക്കുകയാണ്, ഇവിടെ നിന്ന് 10 വരെയാണെന്ന് നമുക്ക് ഒന്നാമത്തെ പോയിൻറ്റ് കിട്ടി. ദെൻ അടുത്തത് 30 ഡിഗ്രി സെൽഷ്യസ് ഒരെണ്ണം. ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിൻറ്റ് ഇപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 10 പറഞ്ഞു അല്ലേ, ഇത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഞാൻ ഇത് 22 പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 22 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, 10 ഡിഗ്രി സെൽഷ്യസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എത്ര ടെമ്പറേച്ചർ, അടുത്തത് 30 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 50% ലൈൻ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കിട്ടുമ്പോൾ എനിക്ക് ഈ 2 പോയിൻറ്റ് കിട്ടി. അപ്പോൾ 1, 2 എന്ന് പറയുന്ന പോയിൻറ്റുകൾ കിട്ടി. അപ്പോൾ ഞാൻ ഈ ആദ്യം തന്നെ മാർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിതിനിപ്പോൾ ഇവിടെ എടുത്ത് എഴുതുമ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൺസിഡർ ദ മാക്സിമം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആസ് ദ 0.1. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിന് 1 കൊടുത്തു, അപ്പോൾ ഇത് 2 ആവും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഇതിൻ്റെ വ്യത്യാസമാണ്. ഇപ്പോൾ എഴുതിയോണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നപ്പോഴും കണ്ടില്ല, ഞാൻ പെട്ടെന്ന് ഇത് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തു. പിന്നെ അത് 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഈ ഫിഗർ പോലെയല്ല, ഞാൻ ജസ്റ്റ് അതാണ് പറഞ്ഞത് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ TD1 മാർക്ക് ചെയ്തു, മാക്സിമം എടുത്തു 30 ഡിഗ്രി സെൽഷ്യസ് 50%. അപ്പോൾ എനിക്ക് ഈ പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പുറത്ത് ഫിഗർ ഉണ്ട് കേട്ടോ, ഞാൻ ഈ ഫിഗർ വെച്ച് പറയുന്നതാണ്. ഓക്കെ, പിന്നെ V1 എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. സിമിലർ TD2 TDP2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. അപ്പോൾ ആ പോയിൻറ്റും കിട്ടി. V1 എന്ന് പറയുന്നത് നമുക്ക് 800 m3/min തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഈ ഫിഗർ ഇവിടെ വരച്ചത്. സെയിം സാധനം തന്നെ, നേരത്തെ ആ ഫിഗറിൽ പറഞ്ഞ സെയിം സാധനം തന്നെ. TD1 5 TD2 TDP2. ഓക്കെ, അപ്പോൾ എനിക്ക് 1ഉം 2 എന്ന് പറയുന്ന പോയിൻറ്റ് കിട്ടി. അപ്പോൾ യൂസിങ് സൈക്കോമെട്രിക് ചാർട്ടിൽ അത് വെച്ചിട്ടുള്ള എനിക്കുള്ള ഈ കിട്ടുന്ന പോയിൻറ്റുകളാണ്. H1 ഇവിടെ നിന്ന് കിട്ടും, H2 ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ, അതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനിയിപ്പോൾ ചാർട്ട് വെച്ച് പറയണില്ല, നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാണ് എടുക്കേണ്ടതൊക്കെ. അപ്പോൾ H1 കിട്ടി, H2 കിട്ടി, W1 ഇങ്ങോട്ടേക്ക്, W1 ഇവിടെ കിട്ടി, W1 പിന്നെ ഇവിടേക്ക് വരുമ്പോൾ
W2 കിട്ടി. VS1 അത് സിമിലർലി തന്നെ നമ്മൾ ആ ഇങ്ങനെ ഒരു ബ്ലൂ ലൈന് പാരലായിട്ട് എടുക്കാറില്ലേ, VS1 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എടുക്കുന്നത്. VS1 കിട്ടി, VS2 കിട്ടി. അപ്പോൾ ആ പോയിൻറ്റ്സുകളെല്ലാം കിട്ടി. ഇനി നമ്മൾ ആ ഇത് വെച്ചിട്ട് റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഈ 3 എന്ന് പറയുന്ന പോയിൻ്റ് കിട്ടണം. അപ്പോൾ 3 എന്ന് എന്തായാലും ഈ ലൈനിലായിരിക്കും, ഈ ലൈനിലാണ് നിൽക്കുക. അത് 3യിൽ എവിടെയാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ മിക്സിംഗ് ഓഫ് എയറിൽ നമ്മൾ അഡിയബാറ്റിക് മിക്സിംഗ് ഓഫ് എയറിൻ്റെ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു അത് ഈ ലൈനിൽ തന്നെയാണ് വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എവിടെയാണെന്നുള്ള അറിയണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നേരത്തെ കുറേ ഇക്വേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. M1/M2 = H3 - H2 / H1 - H3. ഇതിൽ H1 അറിയാം, H2 അറിയാം, H3 അറിയില്ല. അപ്പോൾ ഈ ടൈമുകൾ M1ഉം M2ഉം തന്നിട്ടില്ല, പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഓൾറെഡി നമ്മളുടെ ഒരു ഇക്വേഷൻ ഉണ്ട്, എന്താണ് V1 / VS1 അല്ലെ. വോളിയം, ടോട്ടൽ വോളിയം എത്രയാണോ, പിന്നെ അതേപോലെ തന്നെ സ്പെസിഫിക് വോളിയം. അപ്പോൾ ഓരോ വോളിയം നമുക്ക് 300 m3/min തന്നിട്ടുണ്ട്. ഇത് 0.876 കിലോ m3/kg അതും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്രമാത്രമാണ് kg എന്നുള്ളത് കണ്ടുപിടിക്കാം, എത്ര മാസമാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ kg/min നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ M1ഉം M2ഉം സിമിലർലി നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടിൻ്റെയും നമുക്ക് തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. V1 V2 നമുക്ക് രണ്ടും തന്നിട്ട് VS1 നമ്മൾ ചാർട്ട് വെച്ച് കണ്ടുപിടിക്കും. അപ്പോൾ ആ വാല്യൂസ് നമുക്ക് കിട്ടി. അപ്പോൾ ആ വാല്യൂസ് ഞാൻ M1 M2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. H1ഉം H2 നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടും. H3 നമ്മൾ ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ H3 47.86. അപ്പോൾ H3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു H3 എന്ന് പറയുന്ന പോയിൻ്റ് ഞാനിതിൽ മാർക്ക് ചെയ്യും. ഇതാണ് H3. ഇപ്പോൾ 47.86 എന്നുള്ള പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് എവിടെയാണോ മുട്ടുന്നത്, എന്താൽപ്പി ലൈൻ കൊണ്ടുവന്നിട്ട് എവിടെയാണോ മുട്ടുന്നത്, അതാണ് നമ്മളുടെ TD3, അതായത് ആ പൊസിഷൻ. ഓക്കെ, H3 എന്നുള്ളത് കിട്ടും. അപ്പോൾ H3 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എത്രയാണ് ഓരോ പോയിൻറ്റും, ഇപ്പോൾ TD3 എത്രയാണ്, അതേപോലെ തന്നെ അതായത് ഇപ്പോൾ നമ്മളുടെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് കൊണ്ടുവരിക. പിന്നെ അതേപോലെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയണമെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. പിന്നെ എന്താ വേണ്ടത്? ഇപ്പോൾ എന്താൽപ്പി നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടി. പിന്നെ വേണ്ടത് എന്താ? ഇതിൻ്റെ സ്പെസിഫിക് വോളിയം ആണ് കിട്ടണമെങ്കിൽ നമ്മൾ ആ സ്പെസിഫിക് വോളിയത്തിൻ്റെ ലൈനിലൂടെ പാരലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, കാണില്ലേ? ഇതാണ് TDP. ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ആണെന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, പിന്നെ സ്പെസിഫിക് വോളിയം ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ലൈനിൽ പാരലായിട്ട് ഇങ്ങോട്ടേക്ക്, പിന്നെ എന്താ ഉള്ളത്? പിന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൂന്നാമത്തെ പോയിൻറ്റിൻ്റെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ചോദിച്ച 3-4 കാര്യങ്ങൾ VS3, W3, TDP3, മൂന്നാമത്തെ പോയിൻറ്റിൻ്റെ എല്ലാം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ ചാർട്ട് എടുത്ത് വെച്ചിട്ട് ആ PDF നോക്കിയിട്ട് ചാർട്ട് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ചാർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു മെയിൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇതും കൂടി ഒന്ന് പറഞ്ഞു വയ്ക്കാം. ഓക്കെ, റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ, അതേപോലെ തന്നെ ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. അപ്പോൾ അതാണ് ഇതിൻ്റെ വേറൊരു പോയിൻറ്റ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ റൂം ഡിസൈൻ കണ്ടീഷൻ. ഇത് S എന്ന് പറയുന്നതാണ് നമ്മുടെ സപ്ലൈ എയർ കണ്ടീഷൻ ഫ്രം കോയിൽ. അപ്പോൾ ഡിസൈൻ കണ്ടീഷൻ ഇതാണ്, സപ്ലൈ കണ്ടീഷൻ ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ടെമ്പറേച്ചറിലേക്കാണ് എത്തേണ്ടതെന്നുണ്ടെങ്കിൽ റൂം ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് റൂം ടോട്ടൽ ഹീറ്റ് നമ്മൾ എടുക്കുക. ഇപ്പോൾ ടോട്ടൽ എന്താൽപ്പി ആ കൺസെപ്റ്റിൽ റൂം ടോട്ടൽ ഹീറ്റ്. പിന്നെ ഇത് എന്താണ്? റൂം സെൻസിബിൾ ഹീറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞാണ് സെൻസിബിൾ ആയിട്ട് എടുക്കുന്നത്. പിന്നെ റൂം ലാറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ വെർട്ടിക്കൽ ലൈനാണ് റൂം ലാറ്റൻ്റ് ഹീറ്റ്. അപ്പോൾ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ റൂം ടോട്ടൽ ഹീറ്റ്, അതായത് RSH ഡിവൈഡ് ബൈ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് എന്താ? സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലാറ്റൻ്റ് ഹീറ്റ് ആണ്. അപ്പോൾ RSH ഡിവൈഡ് ബൈ RSH പ്ലസ് RLH. ഓക്കെ, അപ്പോൾ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ പ്രോബ്ലത്തിൽ അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, പിന്നെ ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ GSHF എന്താണെന്നുള്ളത്. ഇൻ ദിസ് പ്രോസസ് വി ആർ കൺസിഡറിങ് 2 air streams. One is the outside air and the other is recirculated air coming from conditioned space. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഇവിടെ നിന്നുള്ള ഈ ഒരു കൺസെപ്റ്റാണ് നമ്മളുടെ ആക്ച്വൽ പ്രാക്ടീസിൽ ഒരുപാടുള്ളത്, ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു എയർ കണ്ടീഷൻ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ 2 air streams. One is the outside air, പുറമേ നിന്ന് എയർ എടുക്കും, ശരിയല്ലേ? and the air is recirculated and the other is recirculated air coming from the conditioned space. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയാണ് ഒരു സ്പേസിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമേ നിന്നുള്ള എയർ AC എടുക്കും, അതേസമയം ഉള്ളിലുള്ള എയറും അത് റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? നിങ്ങളിപ്പോൾ AC യുടെ ഫംഗ്ഷൻസൊക്കെ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാം.
അപ്പോൾ പുറമേ നിന്നുള്ളത് എടുക്കും, ഉള്ളിലുള്ളത് റീസർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആ എ സിയുടെ വർക്കിംഗ് ആണ് പറയുന്നത്. ദീസ് ടു എയർ ഫോംസ് ഗെറ്റ് മിക്സഡ് ആൻഡ് കൂൾഡ് ആൻഡ് ദെൻ അഗെയിൻ ഗെറ്റ് ഇൻ ടു ദ കണ്ടീഷൻ സ്പേസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സംഭവം എന്ത് ചെയ്യും, ഇപ്പോൾ മിക്സ് ചെയ്ത് കൂൾ ചെയ്തിട്ടൊക്കെ വീണ്ടും തിരിച്ച് ഇതിലേക്ക് തന്നെ വരും. അപ്പോൾ ഈ ഫിഗർ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, പുറമേ നിന്ന് എയർ എടുത്തു. ഇതാണ് നമ്മുടെ കണ്ടീഷൻ സ്പേസ്, നമുക്ക് എയർ കണ്ടീഷൻ ചെയ്ത് കിട്ടേണ്ട സ്ഥലം. അപ്പോൾ ഞാൻ പുറമേ നിന്ന് എയർ എടുത്തു. ഓക്കെ, ഇത് എയർ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ കണ്ടീഷൻ സ്പേസിൽ കുറച്ച് എയറുകളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു എയർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അത് രണ്ടും മിക്സ് ചെയ്തു. ആ മിക്സ് ചെയ്തിട്ട് അത് കൂളിംഗ് കോയിലിലൂടെ കടന്നുപോയി. ഈ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂളിംഗ് കോയിലിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് 100% എഫിഷ്യൻസി കിട്ടില്ല. അപ്പോഴാണ് ഈ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്ന ടേം വരുന്നത്. അപ്പോൾ ആ ബൈപ്പാസ് ഫാക്ടർ അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബൈപ്പാസ് ഫാക്ടർ അതിലൂടെ കടന്നു പോയിട്ട് എത്രയാണോ നമുക്ക് ടെമ്പറേച്ചർ ആഫ്റ്റർ കൂളിംഗ് കോയിലിലൂടെ കടന്നു പോയിട്ട് നമുക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ, അതാണ് നമ്മൾ ഈ കണ്ടീഷൻ സ്പേസിലേക്ക് വീണ്ടും സപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എയർ ഔട്ട് സൈഡ് റീസർക്കുലേറ്റഡ് എയർ അതുകൂടി മിക്സ് ചെയ്ത് ആഫ്റ്റർ കൂളിംഗ് ഹ്യൂമിഡിറ്റി അതൊക്കെ നമുക്ക് ആവശ്യമുള്ള റേഞ്ചിലേക്ക് എത്തിയിട്ട് ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% എഫിഷ്യൻസി അല്ല എന്നാണ് കാണിക്കുന്നത്. ആ സംഭവം നമ്മൾ കണ്ടീഷൻ സ്പേസിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ സൈക്കോമെട്രിക് ചാർട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു നോട്ട് തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പാരസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയില്ല. അപ്പാരസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, ഈ കൂളിംഗ് ഓയിലായിരുന്നു, ഈ ടെമ്പറേച്ചറായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. അത് കിട്ടിയില്ല, പകരം മറ്റൊരു ടെമ്പറേച്ചർ നമുക്ക് കിട്ടും. അപ്പോൾ അപ്പാരസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിൻ്റെ 2-3 കോമൺ ഫാക്ടറുകളാണ് എഴുതിയിട്ടുള്ളത്. ഇറ്റ് ആൾവേസ് കംസ് ഇൻ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ, അതായത് സാച്ചുറേഷൻ കർവിലായിരിക്കും. അതാണ് ഈ 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. പ്രോസസ് വിൽ ബി കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അപ്പോൾ ഈ അപ്പാരറ്റസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ എവിടെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പ്രോസസ്സ് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് നമ്മളിത് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷനിൽ ഓൾറെഡി കണക്ക് ചെയ്തതാണ്. ഇതിൻ്റെ ഒരു കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പാരറ്റസ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിലേക്ക് വരുന്നു, പിന്നെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് നമ്മളൊരു കണക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്യാനായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ കണ്ടീഷൻ. പോയിൻറ്റ് 1 എന്ന് പറയുന്നതാണ് ഔട്ട്ഡോർ കണ്ടീഷൻ. പോയിൻറ്റ് 2 എന്ന് പറയുന്നതാണ് റൂം ഡിസൈൻ കണ്ടീഷൻ. ഓക്കെ, അതായത് നമുക്ക് വേണ്ട കണ്ടീഷൻ റൂം ഡിസൈൻ കണ്ടീഷൻ. പിന്നെ ഈ ഒരു പോയിൻ്റ്, അതായത് ഇപ്പോൾ ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത് 3 ആണ് കേട്ടോ. ഇതാണ് 3 എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ 3 എന്ന് പറയുന്ന പോയിൻ്റ് എന്താണ്, മിക്സ്ചർ കണ്ടീഷൻ എൻ്ററിങ് കോയിൽ. മിക്സ്ചർ കണ്ടീഷൻ എൻ്ററിങ് ദ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഈ ഫിഗറിൽ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് വന്നു, ഔട്ട് സൈഡ് എയർ വന്നു, ഇത് റീസർക്കുലേറ്റ് ചെയ്ത എയർ വന്നു, ഇത് ഔട്ട് സൈഡ് എയർ വന്നു, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എൻ്ററിങ് ദ കോയിൽ. അതാണ് ഈ 3 എന്ന് പറയുന്നത്. ഈ പോയിൻ്റാണ് 3 എന്ന് പറയുന്നത്. പിന്നെ സപ്ലൈ എയർ ഫ്രം കൂളിംഗ് കോയിൽ, അതായത് 4 ഇതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കൊടുക്കണം സപ്ലൈ എയർ. അതാണ് ഈ ഒരു പോയിൻ്റ് 4 എന്ന് പറയുന്ന പോയിൻ്റ്. ഇത് കേട്ടോ 4 ഇത്. പിന്നെ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇത് നമ്മുടെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഇതാണ് പർട്ടിക്കുലർ 4ൻ്റെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ഇത് എന്താണെന്നുള്ളത്, അപ്പോൾ ഒരു ടെമ്പറേച്ചർ, ഔട്ട്ഡോർ ടെമ്പറേച്ചർ, നമ്മുടെ റൂം ഡിസൈൻ ടെമ്പറേച്ചർ, അതേപോലെ മിക്സ്ചർ കണ്ടീഷൻ ടെമ്പറേച്ചർ, പിന്നെ അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, പിന്നെ ഇത് 5 ഇത് 4. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളുടെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഇത് ഈ ഒരു പോയിൻ്റുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ TSH, അതായത് നമ്മളെ ടോട്ടൽ ഹീറ്റ് എന്ന് പറയില്ല. അപ്പോൾ ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് പറയുന്നത് ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ടോട്ടൽ ലാറ്റൻ്റ് ഹീറ്റ്. TSH ഡിവൈഡ് ബൈ TSH പ്ലസ് TLH. അപ്പോൾ അതായത് ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റൂം സെൻസിബിൾ ഹീറ്റ്. അതായത് ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ്. അതാണ് നമ്മളുടെ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് ഈസ് ഈക്വൽ ടു റൂം സെൻസിബിൾ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ
സെൻസിബിൾ ഹീറ്റ്. അതേപോലെ ടോട്ടൽ ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം ലാറ്റൻറ്റ് ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ ടോട്ടൽ ലാറ്റൻറ്റ് ഹീറ്റ്. ഓക്കെ, അതായത് RLH റൂം ലാറ്റൻറ്റ് ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ ലാറ്റൻറ്റ് ഹീറ്റ്. അപ്പോൾ ഈ GSHF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ടോട്ടൽ ലാറ്റൻറ്റ് ഹീറ്റ്. അതായത് GSHF ഗ്രാൻഡ് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ടോട്ടൽ ലാറ്റൻറ്റ് ഹീറ്റ്. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ.